അപ്പോഴേ ഞാൻ ഇന്നൊരു വെണ്ടയ്ക്ക കീറി മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുവാണേ. അതിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതുപോലെ പീസാക്കണം. കട്ട് ചെയ്യലും മുറിക്കരുത്, അതുപോലെ ആക്കണേ. എന്നിട്ട് നമുക്കൊരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ നാലായിട്ട് കീറി മുറിക്കരുത്, നാലായിട്ട് കീറി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് പാനിന് മുകളിലേക്ക് നിരത്തി വയ്ക്കാം. ഞാൻ ആ കീറിയതുപോലെ കീറാവേ, മുഴുവനായിട്ട് കീറരുത്. അപ്പം എല്ലാം അങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് വേണേ അത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്കതിലേക്ക് അതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനപ്പോൾ അടച്ചു വെച്ചു. അത് കഴിഞ്ഞൊരു പകുതി വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം അതുപോലെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കതിനാവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി ഒക്കെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അടപ്പ് കൊണ്ടത് മൂടി പിന്നെയും വേവിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരുമാതിരി വെന്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ അത് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം ഒന്നുകൂടി. അതിലേക്ക് ഞാനിപ്പോൾ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ജീരകം ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മളത് അടച്ച് പിന്നെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ഈ വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.